മാജിക് ഒരു തെറാപ്പി ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് സാറ് വിശ്വസിച്ച് തുടങ്ങിയത് എപ്പോഴാണ്? ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഹാപ്പിയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ ഒരു വലിയ കാര്യം ചെയ്തു. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിനകത്ത് ആദ്യമായിട്ട് വിഷ്വൽ ഡിസബിലിറ്റി ഉള്ള, കാഴ്ച ഇല്ലാത്ത, ഒട്ടും കാഴ്ചയില്ലാത്ത ഒരു തന്യാനാഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി, നിങ്ങൾ കേട്ടിട്ടുണ്ട്, 24 വയസ്സേ ഉള്ളൂ, ജഡ്ജിയായി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, സമൂഹത്തിൻ്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളായിട്ട് അച്ഛനും അമ്മയും ചിന്തകൾ നൽകേണ്ട കാര്യമില്ല. ഞങ്ങളവിടെ പോയ സമയത്ത് അവൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ടു. അതായത് ഈ മൈദയുടെ ചാക്കൊക്കെ താഴെ ചുമന്നു കൊണ്ടുവരികയും പിന്നെ അത് എന്താ പറയുക, പിസ്സ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛനുണ്ടാകുന്നൊരു ആനന്ദം ഉണ്ടല്ലോ. കാരണം അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മകനെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സംതൃപ്തി, ദാറ്റ്സ് ഓൾ. ഞാനെപ്പോഴും കുട്ടികളോടും യൂത്തിനോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിൻ്റെ വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സത്യത്തിൻ്റെതാണ് നമ്മുടെ മാർഗം എന്നുണ്ടെങ്കിൽ, മറ്റൊരാൾ എന്ത് നമ്മളെക്കുറിച്ച് പറയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. നമ്മളൊരു വലിയ വീട് വയ്ക്കുന്നതോ ഒരു കാറ് വാങ്ങിക്കുന്നതോ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നുമില്ല. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ദിസ് എ ചാരിറ്റബിൾ സൊസൈറ്റി. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് സാറിനെ കാണണം എന്ന് ഇങ്ങനെ വിചാരിച്ച് കുറേ നാളായിട്ട് ഞാനിങ്ങനെ സാറിനെ വിളിക്കുന്നുണ്ടായിരുന്നു. സാറിന് തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. അതിൽ വളരെ സന്തോഷം. കണ്ടല്ലോ. ഞാനിവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. കാരണം നമ്മളിവിടെ വന്നപ്പോൾ സാറ് പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാൻ. ഇവിടുത്തെ ഗസ്റ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും അതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടുത്തെ ആളുകളൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം സാറ് ആദ്യമേ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഇത് ആദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നുള്ളത് ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിഥി ദേവോ ഭവ എന്നൊക്കെയാണല്ലോ പറയുന്നത് സാധാരണ. അപ്പോൾ നമ്മളെപ്പോഴും കൂടെ വരുന്ന ആളുകളെ ആ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഓരോ വർഷവും സ്റ്റാഫിനെ എത്രമാത്രം ഹാപ്പി ആയിട്ട് നിലനിർത്താം എന്നുള്ളതാണ് പലപ്പോഴും ആലോചിക്കുന്നത്. ഈ വർഷം ഞങ്ങൾ ഹാപ്പി ഇയർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 2026 എന്നുള്ള വർഷം എല്ലാവരും സന്തോഷമായിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും ചിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പടമായിട്ട് ഞങ്ങളൊരു മൊത്തം സ്റ്റാഫിൻ്റെ ഒരു പടം അവിടെ വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ചിരിച്ചു നിൽക്കുന്ന പടമാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ലൈഫ് കുറച്ചല്ലേ ഉള്ളൂ, ചെറിയൊരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് അല്ലേ. അത് കരഞ്ഞു തീർക്കാതെ സന്തോഷമായി ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്കും നമ്മൾ അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നുള്ളതാണ്. ബി പോസിറ്റീവ്. ഇപ്പോൾ ഗോപിനാഥ് മുതുകാട് എവിടെയാണ് എന്നുള്ളത് ഇപ്പം ആളുകൾ ഇപ്പം അധികം ഒന്നും സാർ ആണെങ്കിലും ഒരുപാട് സ്റ്റേജസിലൊന്നും അധികം വരാറില്ല. ഇപ്പം പബ്ലിക് ആയിട്ടുള്ള സ്പേസിലാണെങ്കിലും സാറിന് ഒരുപാട് അങ്ങ് കാണാറില്ല, വളരെ കുറവാണ്. വരാറുണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പം സാർ എവിടെയാണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ നൽകി. ഞാൻ ഇവിടെ ഉണ്ട്. മാജിക് പ്ലാൻ കൂടുതൽ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലുണ്ട്. തിരുവനന്തപുരത്തുള്ള സമയത്ത് മുഴുവൻ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൽ കുട്ടികളുടെ കൂടെയുണ്ട്. ഇല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IIPD എന്ന് പറഞ്ഞിട്ട്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. അതൊരു ഇന്ത്യയിൽ തന്നെ ഡിസബിലിറ്റി സെക്ടറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ മോഡലായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരുപാട് ഫണ്ട് വേണം. അപ്പോൾ പഴയ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പണ്ട് ഞാൻ ഷോ നടത്തിയിരുന്ന കാലത്ത് വിവിധ രാജ്യങ്ങളിൽ ഷോ നടത്തിയിരുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരെയൊക്കെ കണ്ട് അവരോട് അഭ്യർത്ഥിച്ച് ഒരു പ്രത്യേക ഷോ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. M-Cube എന്ന് പറഞ്ഞിട്ട്, മാജിക് മ്യൂസിക് ആൻഡ് മോട്ടിവേഷൻ. അതാണ് ആ പരിപാടിയുടെ M-Cube എന്ന് പറയുന്നത്. ആ പ്രോഗ്രാം നടത്തി അതിലൂടെ ആളുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോക പര്യടനത്തിലാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ഈ ഡിസബിലിറ്റി സെക്ടറിന് വേണ്ടിയിട്ട് ആ രാജ്യങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് അറിയാനും പഠിക്കാനും ഉള്ളൊരു യാത്ര കൂടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്പാനിൽ, അതുപോലെ തന്നെ അമേരിക്കയിലുള്ള കെന്നഡി ക്രിഗർ യൂണിവേഴ്സിറ്റിയെ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ, ഇതൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും ഒരുപാട് ഉപകാരപ്രദമാവും എന്നുള്ളതിൻ്റെ ഭാഗമായി നിരന്തരം യാത്രകളില്ലാത്ത സമയത്ത് ഇവിടെയുണ്ട്. ഞാൻ വീട്ടിലൊക്കെ സമയം അധികം ചെലവഴിക്കാൻ പറ്റാറുണ്ട്? കുറവാണ്. പരാതി ഉണ്ട് അവർക്ക്? പരാതിയില്ല. കാരണം അത്തരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് പരാതിയൊന്നുമില്ല.
ഈ മാജിക് ഒരു തെറാപ്പി ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് സാറ് വിശ്വസിച്ച് തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ മാജിക് ഒരു തെറാപ്പി എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മ്യൂസിക് ഒരു തെറാപ്പിയാണ്, മ്യൂസിക് തെറാപ്പിയുണ്ട്. മാജിക്കിന് ഒരു മിഷൻ എന്നുള്ള രീതിയിലേക്ക് മാജിക്കിന് മാറ്റി വരുന്നത് 2016 ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്താണ്. കാസർഗോഡ് പോയിട്ട് അത് കണ്ടതിന് ശേഷം അപ്പോൾ ആ കുട്ടികൾ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ എംപ്ലോയീസാണ് ഇവിടെ. അതായത് 2016 മുതൽ 2026 വരെ നമ്മുടെ ആ കുട്ടികൾ എല്ലാ മാസവും ശമ്പളം മേടിച്ച് പെർഫോം ചെയ്യുന്ന കുട്ടികളായിട്ട് സെറിബ്രൽ പാൾസി ഉള്ള, ഓട്ടിസം ഉള്ള, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഔന്നിത്യം. ഇതിൻ്റെ തെറാപ്പി സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാജിക് പ്ലാനറ്റിലേക്ക് കാണാൻ വരുന്ന ആളുകൾ, ആ ആളുകളാണ് ഈ കുട്ടികളുടെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഞങ്ങളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൊടുക്കുന്ന കയ്യടി, ആ കയ്യടി കേൾക്കുന്ന സമയത്ത് പലപ്പോഴും വീടിനകത്ത് അടച്ചിടുന്ന കുട്ടികൾ പുറത്തേക്ക് വരിക, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക, സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാക്കുക, സോഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിനകത്ത് ഈ ഭൂമിയിൽ എല്ലാവരെയും പോലെ ഞങ്ങൾക്കുള്ള അവകാശം അവർ തിരിച്ചറിയുകയും അവരുടെ ബൗദ്ധിക തലത്തിലുണ്ടാകുന്ന ഒരു ചെറിയ വ്യതിയാനം, ആ വ്യതിയാനമാണ് ഇതിൻ്റെ തെറാപ്പി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡിപ്പെൻഡൻസിയിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറ്റുക. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ പാരൻസിൻ്റെ ഏറ്റവും വലിയ ചോദ്യം, ഞങ്ങൾ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ മക്കളെ ആര് നോക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇടമുണ്ട്, നിങ്ങൾക്കൊരു ഇടമുണ്ട്, നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും. ഇപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ ഒരു വലിയ കാര്യം ചെയ്തു. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിനകത്ത് ആദ്യമായിട്ട് വിഷ്വൽ ഡിസബിലിറ്റി ഉള്ള, കാഴ്ച ഇല്ലാത്ത, ഒട്ടും കാഴ്ചയില്ലാത്ത ഒരു തന്യാനാഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി, നിങ്ങൾ കേട്ടിട്ടുണ്ട്, 24 വയസ്സേ ഉള്ളൂ, ജഡ്ജിയായി. അതെ, ജുഡീഷ്യറിയിൽ ജഡ്ജിയായിട്ട് മാറി. അവർ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഓണർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആദ്യമായിട്ട് ഈ പദവി കിട്ടിയ ഉടനെ തന്നെ ആദ്യമായിട്ട് അവർ കടന്നു വരുന്നത് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലേക്കാണ്. അതൊരു വലിയ അംഗീകാരമാണ്. ഡിസബിലിറ്റി സെക്ടറിന് കൊടുക്കുന്നൊരു വലിയ അംഗീകാരമാണ്. ഇവിടെ ഞങ്ങൾ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉണ്ട്. ടൂൾസ് അക്കാഡമി ആയിട്ട് ചേർന്നിട്ട് അവരുടെ CSR പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കമ്പ്യൂട്ടറിനകത്ത്. 20 കുട്ടികൾ ഇപ്പോൾ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയി. 2 കുട്ടികൾ ജോലി നേടി ടെക്നോ പാർക്കിനകത്ത്. 25,000 രൂപ സാലറി മേടിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓട്ടിസം ഉള്ളൊരു കുട്ടി 25,000 റുപ്പീസ് സാലറി മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ചേഞ്ച്. ആ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ഈ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് പറ്റുന്ന അമ്മമാർക്കാണ് ദൈവം ഇതൊക്കെ നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ മനസ്സിന് ഒരു ആശ്വാസം നൽകാനും വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ മാതാവും പിതാവും അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം തന്നെയാണ്. അത് നമ്മൾക്ക് മനസ്സിലാവില്ല. നമുക്ക് സാധാരണ രീതിയിൽ കാണാനും കേൾക്കാനും പറയാനും ചിന്തിക്കാനും ഉള്ള കഴിവുള്ളിടത്തോളം നമുക്കിത് മനസ്സിലാവില്ല. അവരുടെ വീട്ടിൽ അവരനുഭവിക്കുന്ന ദുഃഖം വേറെ തന്നെയാണ്. പക്ഷേ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തൊന്നും വലിയ വാസ്തവമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. ഞാൻ പറയുന്നത് അവർ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് മാനസികമായിട്ട് ഒരുപാട് തളർച്ച ഉണ്ടാക്കും ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് മറ്റുള്ളൊരു അസുഖം മാതിരി ക്യൂറബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ പരമാവധി ചേർത്ത് നിർത്തുക, ഇൻക്ലൂഷൻ, അവർക്ക് വേണ്ടിയിട്ടൊരു സോഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സാറിൻ്റെ മകൻ്റെ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്കൊക്കെ മുന്നേ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ സന്തോഷം ശരിക്കും മുഖത്ത് ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. അത് ഇത്ര വൈറലാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇതാണ് അത് ഓസ്ട്രേലിയയിലുള്ളതാണ്. അവൻ ഞങ്ങളവിടെ പണ്ട് പ്രോഗ്രാമിന് പോകുന്ന സമയത്താണ് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ, ഓസ്ട്രേലിയ സിഡ്നി യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി. അപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ അവൻ അവിടെ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. ഞാൻ പറഞ്ഞു പഠിച്ചോ, പക്ഷേ സാമ്പത്തികമായിട്ട് എനിക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഡോമിനോസിൽ അവിടെ ജോലി കിട്ടി. ഇപ്പോൾ അതിൻ്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വരുമാനം അവന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പഠനവും ജോലിയും ഒരുമിച്ച് നടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സന്തോഷം. അപ്പോൾ ഞങ്ങളവിടെ പോയ സമയത്ത് അവൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ടു. അതായത് ഈ മൈദയുടെ ചാക്കൊക്കെ താഴെ നിന്ന് ചുമന്ന് കൊണ്ടുവരികയും പിന്നെ അത് എന്താ പറയുക പിസ്സ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛനുണ്ടാകുന്നൊരു ആനന്ദം ഉണ്ടല്ലോ. കാരണം അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മകനെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സംതൃപ്തി, ദാറ്റ്സ് ഓൾ. ഇപ്പം മജീഷ്യൻ മുതുകാടിൻ്റെ മകൻ എന്തുകൊണ്ട് മാജിക് ഒരു പ്രൊഫഷൻ ആക്കിയില്ല എന്നുള്ളത് ആരെങ്കിലും സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, സമൂഹത്തിൻ്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളായിട്ട് അച്ഛനും അമ്മയും ചിന്തകൾ നൽകേണ്ട കാര്യമില്ല. അവരുടെ സ്വപ്നങ്ങൾ എന്താണോ ആ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം.
അപ്പം അതുകൊണ്ട് അതിനകത്ത് എനിക്ക് പരാതിയൊന്നുമില്ല, ഒരിക്കലുമില്ല. ഈ എന്താ പറയുക, ഇപ്പൊ ഈ ഒരു മാജിക് പ്ലാനറ്റിൽ സാർ സാറ്റിസ്ഫൈഡ് ആണോ? ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സാറിന് ചെയ്യണം എന്ന് എന്തായാലും കാസർഗോഡ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ജീവിതം ധന്യമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം അവിടെ നിന്നാണ് എൻ്റെ മാനസികമായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നത്. ഞാൻ മാജിക്കിനോട് വിട പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അന്ന് കണ്ടൊരു ഇൻസിഡൻറ്റും അതിന് തുടർച്ചയായിട്ട് എനിക്ക് ഈ മേഖലയിൽ എന്തോ ചെയ്യാനുണ്ടെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ജീവിതം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മളിതൊക്കെ ഉണ്ടാക്കി വെച്ച് ബാക്കി വെച്ച് പോവുകയാണല്ലോ ഇവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ എത്രയോ കുട്ടികൾക്ക്, എത്രയോ പാരൻസിന് ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് ആ സ്ഥാപനം ഇവിടെ നിലനിൽക്കും. അതാണ് കാര്യം. നമ്മളൊരു വലിയ വീട് വയ്ക്കുന്നതോ ഒരു കാറ് വാങ്ങിക്കുന്നതോ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നുമില്ല. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ദിസ് എ ചാരിറ്റബിൾ സൊസൈറ്റി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബോർഡെന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാർ അതിൻ്റെ പേട്രനാണ്. ജിജി തോംസൺ പഴയ ചീഫ് സെക്രട്ടറിയാണ് ഇതിൻ്റെ ചെയർമാൻ, ഇതിൻ്റെ ചെയർമാൻ. ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ബാക്കിയതെല്ലാം മറ്റുള്ള മേഖലയിലുള്ള പല ആളുകളാണ്, എക്സ്പേർട്സാണ്. ഇതാണ് ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാനതിലൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ആൻഡ് ഫൗണ്ടർ. അപ്പോൾ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് ഇത് കൊടുക്കാൻ സാധിക്കും. അവിടെ ആളുകൾ വരും, കുട്ടികൾ വരും, പാരൻസ് വരും, ഇനിയും ജനിക്കാനിരിക്കുന്ന കുട്ടികൾ വരും, അവരുടെ പാരൻസ് വരും. അപ്പം അങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. അതാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ സാർ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത്? ഞാനതൊന്നും മാത്രം ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വിവാദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിൽ അത്ര പുത്തരിയൊന്നുമല്ല. നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. 100% പെർഫെക്റ്റ് ആണ്. ഞാനിതിനകത്ത് നിന്ന് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് ₹1 ഞാനെന്നല്ല, ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ₹1 സാലറി മേടിക്കുന്നില്ല. ഇത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ്. പിന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. പിന്നെ ഏത് പ്രസ്ഥാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു പുതിയ വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനെതിരെയുള്ള എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് അതിൻ്റെ വഴിക്ക് പോകും, നമ്മൾ വഴിക്ക് പോകും. അത്രയേ ഉള്ളൂ. ഞാനെപ്പോഴും കുട്ടികളോടും യൂത്തിനോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിൻ്റെ വ്യവസ്ഥയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സത്യത്തിൻ്റേതാണ് നമ്മുടെ മാർഗം എന്നുണ്ടെങ്കിൽ, മറ്റൊരാൾ എന്ത് നമ്മളെക്കുറിച്ച് പറയുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഡോണ്ട് ലിസൺ ദാറ്റ്, യു ഗോ ഹെഡ് എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയുന്നത്. അത് തന്നെയായിരുന്നു എൻ്റെ രീതി എന്ന് പറയുന്നത്. ഈ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയാനായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ മുന്നേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇത്രയും നല്ല കാര്യമാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ആദ്യം ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട വരും എന്നുള്ളത് സാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ലോകത്തെല്ലാവരും ഇത് കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു മുതൽ ഇങ്ങോട്ട് വന്നത് ഗാന്ധിജി അടക്കം കേട്ടിട്ടുണ്ട്. കേൾക്കാത്ത ആരുമില്ല. പ്രവാചകനടക്കം കേട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും കാര്യങ്ങളിൽ ഇത്തരം പ്രചരണങ്ങളും അവാദങ്ങളും കേൾക്കാത്ത ആരും ഈ ലോകത്തുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഗാന്ധിയുടെ ഒരു പുസ്തകത്തിൽ വായിച്ച സമയത്ത് ഗാന്ധി നടന്ന വഴികളിലൂടെ എന്ന് പറയുന്നൊരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഈ കസ്തൂർബ ഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന മകൻ ഹരിലാൽ ഗാന്ധി, അദ്ദേഹം ഒരു മുസംബി ഇങ്ങനെ ട്രെയിനിൽ വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അച്ഛന് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് ഗാന്ധി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഒന്നും തരില്ല, നിങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന്. ട്രെയിൻ നീങ്ങിയ സമയത്തും ഈ ഹരിലാൽ ഗാന്ധി അമ്മയോട് പറയുന്നത്, അമ്മ കഴിക്കണം, ആ മനുഷ്യന് കൊടുക്കരുത് കേട്ടോ എന്നാണ് അച്ഛന്. ഗാന്ധി പറയുന്നൊരു ഉത്തരവുണ്ട്, ലോകം തള്ളിപ്പറയട്ടെ, മക്കൾ തള്ളിപ്പറയട്ടെ, പക്ഷേ ഞാൻ ജീവിതത്തിൻ്റെ അവസാനം വരെ സത്യത്തിന് വേണ്ടി നിലകൊള്ളും എന്നുള്ളൊരു വാക്കുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. നമ്മുടെ വഴികൾ വളരെ കൃത്യമാണെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടാനില്ല. നമ്മൾ നമ്മുടെ വഴികളിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? MT പറയുന്നുണ്ട്, സമൂഹത്തിനൊരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. നല്ല വരിയാണ്. സമൂഹത്തിനൊരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാവും. ഇരയെ വീഴ്ത്തുന്നത് ഒരാനന്ദം മാത്രമല്ല, ആഘോഷം കൂടിയാണെന്ന് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് തകർക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തുണ്ടാവും. അതുകൊണ്ടാണ് പിലാത്തോസ് വിളിച്ചു ചോദിക്കുന്നത്, എനിക്ക് ഒരാൾ വിട്ടുതരാൻ അവകാശമുണ്ട്, നിഷ്കളങ്കനായ ക്രിസ്തുവിനെ ഞാൻ വിട്ടുതരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കൂട്ടം മുഴുവൻ പറയുന്നത് എന്താണ്? അവനെ ക്രൂശിക്കുക, അല്ലേ? ബറാബാസിനെ വിട്ടുതരിക. ബറാബാസ് എന്ന് പറയുന്നത് പെരും കള്ളനാണ്. അദ്ദേഹത്തെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. ഇത് ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രമാണ്. അത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു മാർഗത്തിലൂടെ ആളുകളെ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാലിന്യമാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? അതങ്ങനെ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് പോകും. അത്രയേ ഉള്ളൂ. ഈ കരിയറിൻ്റെ അത്രയും ഒരു പീക്ക് സ്റ്റേജിൽ നിന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒതുങ്ങി പോകേണ്ട വന്നപ്പം സാറ് തന്നെ തീരുമാനിച്ചാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറുതായിട്ട് സ്വാഭാവികമായിട്ടും ഷോ ചെയ്യുന്നതിൻ്റെ ആനന്ദവും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ആളുകളുടെ കയ്യടികളും ആർപ്പുവിളികളും ആരവങ്ങളും എല്ലാം ഒഴിഞ്ഞൊരു കാലഘട്ടത്തിലൂടെ ചെയ്യും.
പക്ഷെ നമ്മൾ എന്തിനകത്ത് സംതൃപ്തി കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചിലപ്പോൾ മൗനമായിരിക്കാം നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്നത്. ആർപ്പുവിളികൾ എന്തിനാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേടുന്നത്? നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണമല്ലോ, എന്താണ് നീ ആനന്ദം കണ്ടെത്തുന്നത്? അപ്പോൾ ഞാൻ ആനന്ദം കണ്ടെത്തുന്നത് ഇതിനകത്താണ്. ഈ കുട്ടികളുടെ സംതൃപ്തിയും അവരുടെ ചിരികളും അവരുടെ അമ്മമാരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും അതിനകത്താണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. ഇനിയിപ്പോൾ കാസർഗോഡിൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉള്ളു വലിയ ഞാൻ എനിക്ക് കുറേ യാത്ര ചെയ്യണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, കുറേ യാത്ര ചെയ്യണം, കുറേ എഴുതണം, കുറേ വായിക്കണം. അങ്ങനെ അതിനകത്തൊക്കെ ആനന്ദം കണ്ടെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേയും കൂടി ഞാൻ ഉൾവലിയും. ഒരു പക്ഷേ ഒരു ഇൻ്റർവ്യൂവിനും വരാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറും. ഞങ്ങൾക്ക് സാറിനെ മിസ് അല്ല, അത് സാരമില്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാനിപ്പോൾ ഞങ്ങൾ ഭാരതയാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയം ഏതാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിർവൃതി നേടിയ സമയം ഏതാണെന്ന് ചോദിച്ചാൽ 5 ഭാരതയാത്രകൾ നടത്തിയെന്നുള്ളതാണ്. ഭാരതയാത്രകൾ അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ത്രൂ റോഡ് ബൈ റോഡ് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ആദ്യത്തെ യാത്രയിൽ ഞങ്ങൾ വണ്ടിയിലുണ്ടായിരുന്ന ദേശീയ പതാക കത്തിച്ച് വലിച്ചെറിയുക, നമ്മുടെ പെൺകുട്ടികളെ വണ്ടിക്കകത്ത് അടച്ചിടുക, ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവസാനം യാത്ര പൂർത്തിയാക്കിയിട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സായുജ്യം എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ആനന്ദം. 5 തവണ ഭാരതത്തിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് എൻ്റെ സന്തോഷമാണ്. എന്തിനു വേണ്ടി ആ സ്ട്രെയിൻ എടുക്കുന്നു, എന്തിനു വേണ്ടിയിട്ട് അത്രയും കാലം ഇവിടുന്ന് മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ എന്തിലാണ് നമ്മളെ സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പോകുന്ന വഴി ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജിക്കിൻ്റെ ഒരു സീക്രസി ഉണ്ടല്ലോ, അത് ശരിക്കും പോയിട്ടുണ്ടോ? അതായത് ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മാജിക്കിൻ്റെ റിവീൽഡ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് മാജിക് റിവീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാജിക് എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, സയൻസാണ്. അല്ലാതെ അതിനകത്ത് സൂപ്പർ നാച്ചുറൽ പവറോ അമാനുഷിക സിദ്ധിയോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് പുതിയ ഒരു മാജിക് കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മാജിക് നിലനിൽക്കുന്നത്. ഇപ്പം ഇത്രയൊക്കെ മാജിക് റിവീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലാസ് വേഗാസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡേവിഡ് കോപ്പർഫീൽഡിനൊക്കെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ പ്രയാസമാണ്. ഒരു ദിവസം 10-16 ഷോസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ബാധിക്കുന്നൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനകത്ത് പുതിയ ഫോർമാറ്റ് വന്നുകൊണ്ടിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത്ഭുതം പഴയതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതൊരു തോന്നൽ ആളുകളുടെ മനസ്സിലുണ്ടാവാം. രണ്ടാമത്തെ കാര്യം, മാജിക്കിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ സീക്രസി അല്ല, അതിൻ്റെ പ്രസൻറ്റേഷനാണ്. ഇത്രമാത്രം മനോഹരമായിട്ടൊരു മാജിക് പ്രസൻറ്റ് ചെയ്യുന്നു, അവിടെയാണ് മാജിക്കിൻ്റെ മികവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ബാധിക്കുന്നു തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാജിക്കിനെക്കാട്ടിലും കുറച്ചുകൂടി മെൻ്റലിസമാണ് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിയിട്ടുള്ളതും. പക്ഷേ അതിനകത്ത് ഒരു നെഗറ്റീവ് ഒരു സൈഡ് ഇല്ലേ? അതായത് ആളുകളുടെ മൈൻഡ് പെട്ടെന്ന് അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട വരുമ്പോൾ സാറിന് അതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് തോന്നിയിട്ടുണ്ടായിരുന്നു? മെൻ്റലിസം എന്ന് പറയുന്നത് മാജിക്കിൻ്റെ ഒരു പാർട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ സാധാരണ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കെമിസ്ട്രി വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, സൈക്കോളജി വരുന്നുണ്ട്, ഇതൊക്കെ സയൻസിൻ്റെ ഭാഗമാണ്. ഇതുപോലെയാണ് മാജിക്കിനകത്ത് മെൻ്റലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ കാർഡ് മാജിക്ക് മാത്രം കാണിക്കുന്ന ഒരാളെ കാർഡീഷ്യൻ എന്നാണ് വിളിക്കുന്നത്. മാജിക്ക് മാത്രം കാണിക്കുന്ന ആളുകളെ മജീഷ്യൻ എന്ന് വിളിക്കുന്നു. മെൻ്റലിസം എന്ന് പറയുന്നത് മൈൻഡ് റീഡിങ് ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള മാജിക്കുകളാണ് കാണിക്കുന്നത്. മാജിക്കിലപ്പുറം മെൻ്റലിസത്തിൽ മനസ്സ് വായിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ചിത്രയുടെ മനസ്സെനിക്ക് വായിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ഞാൻ എത്രമാത്രം മെൻ്റലിസ്റ്റ് ആണെങ്കിൽ പോലും പഠിക്കാൻ പറ്റില്ല. വായിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും മനസ്സ് വായിക്കാൻ സാധിക്കില്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോൾ സിഗ്മണ്ട് ആൻഡ് ഫ്രോയിഡിൻ്റെയൊക്കെ എന്താ പറയുക മനോവിശ്ലേഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരാളുടെ മനസ്സിനെ വിശ്ലേഷണം ചെയ്യാൻ സാധിക്കില്ല, നടക്കില്ല. കാരണം മനസ്സെന്ന് പറയുന്നത് ഹൃദയം പോലെ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന, ശ്വാസകോശം പോലെ കാണിച്ചു കൊടുക്കാവുന്ന ഒരു സാധനമല്ല. ഇതെവിടെ ഇപ്പോഴും അറിയില്ല, എവിടെയാണ് നമ്മുടെ മനസ്സ് അറിയില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ധാരണ ഉണ്ടാക്കുന്നത് തെറ്റാണ്. നേരെ മറിച്ച് അതൊരു ആർട്ടാണ്. ആ ആർട്ടിൻ്റെ രീതിയിൽ മാത്രമേ മെൻ്റലിസം എന്ന് പറയുന്ന സെക്ഷൻ പോകാവൂ. ആൻഡ് ഇറ്റ്സ് മാജിക്. ഈ മരിച്ചുപോയവരെ കാണിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള ട്രിക്കുകൾ എന്താണെങ്കിൽ പോലും അതിനകത്ത് അത്ര മാത്രമേ ഉള്ളൂ. മരിച്ചുപോയവരുടെ ശബ്ദം കേൾപ്പിക്കാം, കാണിക്കാം, അവരുടെ ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ ചെയ്യുന്നതിനകത്ത് ദർ ഇസ് എ ട്രിക്ക്. അതിനൊരു ട്രിക്കുണ്ട്, അതിനകത്ത് മാജിക്കുണ്ട്. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിലപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെ ചെയ്യുന്നൊരു ക്രൂരതയായിരിക്കും. അതുകൊണ്ടാണ്. ഒരു മജീഷ്യൻ എന്ന നിലയിൽ സാറ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ വെച്ചാൽ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. അതായത് ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം
കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ എനിക്ക് ദൈവമാണ്, എൻ്റെ അമ്മ എനിക്ക് ദൈവമാണ്, ഞാൻ സ്നേഹിക്കുന്ന ഈ ആർട്ട് എനിക്ക് ദൈവമാണ്, പ്രകൃതി എനിക്ക് ദൈവമാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടല്ലോ ദൈവത്തിൻ്റെ. സാർ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിക്കുന്നത്. നമ്മളാരും ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ. പലരും പലരും പറയാ എന്താന്ന് വെച്ചാൽ ഇപ്പം ഓരോ ആളുകളിലൂടെയാണ് നമ്മളത് കാണുന്നത്. അതെ, നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം അല്ലേ. ഇപ്പം ഞങ്ങളിപ്പോൾ കാസർഗോഡ് ഇവിടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ വന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ ഇവിടെ ഒരിക്കലും ഞാൻ പരിചയമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്ന് കണ്ടു. MK ലൂക്ക എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു കോളേജ് പ്രൊഫസറായിരുന്നു അദ്ദേഹം, ഹിന്ദി പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയേർഡ് പേഴ്സണാണ്. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹം. അങ്ങനെ ഇവിടെ വന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കാസർഗോഡ് വെച്ചിട്ടാണല്ലോ സാറിൻ്റെ മനസ്സ് മാറിയത്, അവിടെ ഈ ഒരു സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് നമുക്ക് 20 ഏക്കർ ലാൻഡ് മേടിച്ചത് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ. മനസ്സിലാക്കണം, ഞാൻ മുൻകൂട്ടി പരിചയമുള്ള ആളൊന്നുമല്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി 8 മാസമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അദ്ദേഹം മരിച്ചു. ഇത് അദ്ദേഹം എനിക്ക് ദൈവമാണോ എന്ന് ചോദിച്ചാൽ ദൈവമാണ്. ഒരു ദൈവതുല്യനായിട്ടുള്ളൊരു കടന്നു വരവ്. ഈ ലാൻഡ് മേടിച്ചു തരുന്നു, അദ്ദേഹം പോകുന്നു. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാഴ്ചപ്പാടിലുണ്ടാകുന്ന ഡിഫറൻസാണ്. ഒരാൾ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് സക്സസ്സിലൂടെ മാത്രമാണോ? അല്ല, സക്സസ് എന്ന് പറയുന്നത് സക്സസ്സിലൂടെ മാത്രമാണോ? ഭാഗ്യമാണോ ചോദിച്ചത്? സക്സസ് ആണോ ചോദിച്ചത്? സക്സസ് ആണ് ചോദിച്ചത്. വിജയിക്കുക എന്നുള്ളതാണോ ഒരാൾ ലൈഫിൽ? അല്ല, ലൈഫിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളതാണ്. അത് എന്തിൻ്റെ പേരിൽ എന്നുള്ളതല്ല, നമ്മൾ ജീവിച്ചു പോകുന്നതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷവാനാണോ എന്നുള്ളതാണ്. സംതൃപ്തമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് നമ്മൾ എന്തുണ്ടായിട്ടും കാര്യമില്ല. ചിലപ്പോൾ കോടികളുടെ ആസ്തി ഉണ്ടാവാം, പക്ഷേ രാത്രി ഉറക്കം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും അല്ലേ? നല്ല വില കൂടിയ കട്ടിലുണ്ടാവാം, പക്ഷേ ഉറക്കം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലോ അതിനകത്ത്. ഭക്ഷണം ഇഷ്ടം പോലെ മുന്നിലുണ്ടാവാം, പക്ഷേ ഡോക്ടർമാർ കഴിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ സാധിക്കുക? ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ എത്രമാത്രം ഹാപ്പിയാണ്, ഇതാണ് ജീവിതത്തിൻ്റെ സക്സസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സക്സസ് എവിടെ നിന്നാണ് നേടിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ നമ്മളോട് തന്നെ ചോദിക്കണം, എന്താണ് എൻ്റെ ജീവിതത്തിന് സംതൃപ്തമാക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ ചിരി, അവരുടെ പാരൻസിൻ്റെ സന്തോഷം, ആ സന്തോഷത്തിനകത്ത് ഞാൻ ആഹ്ലാദം കണ്ടെത്തുന്നു എന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. ആളുകളുടെ നിന്ന് കിട്ടുന്ന കയ്യടിയോ അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന വലിയ സാമ്പത്തിക നേട്ടമോ. ഞാൻ വലിയ പ്രൊഫഷണലായിട്ട് ഷോ നടത്തിയിരുന്ന സമയത്ത് വലിയ പേയ്മെൻറ്റൊക്കെ മേടിച്ചിരുന്ന ഒരാളാണ്. അതൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മളിതിനകത്ത് ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ സക്സസ്. അന്ന് സാറ് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇന്ന് സാറ് സമാധാനം മീനിങ് ആണ്. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അർത്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം മറ്റത് ചെയ്തത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയല്ല അത് ചെയ്യണത്, ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇതൊന്നും ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പേഴ്സണൽ, വ്യക്തിപരമായിട്ടൊന്നുമല്ല. അത് ഒരു എന്താ പറയുക, അർദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതവിടെ ചെയ്തു വയ്ക്കുന്നു, ആ സൊസൈറ്റിയാണ്. അതാ ഇന്നും നാളെ മറ്റന്നാളൊക്കെ ആളുകളുണ്ടായിരിക്കും. അതാണ് എൻ്റെ കാര്യം. താങ്ക് യു സോ മച്ച്.